പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം അറിയുന്നത് പോലെ തന്നെ ദേശത്ത് വളരെയധികം പ്രോബ്ലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാട്ടിലൊക്കെ അപ്പുറത്തായിട്ട് ദേശത്തിൻ്റെ അകത്ത് വളരെയധികം കെടുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇന്ന് മെയ് മാസം 31 സ്തോത്രം. അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ ആമേൻ സ്തോത്രം ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടക്കും. ആമേൻ. മെയ് മാസം നമ്മളെ അനുഗ്രഹിച്ച ഒരു കർത്താവിൻ്റെ കരം, നമുക്കത് എല്ലാ മേഖലയിലും സ്തോത്രം നമ്മളെ നിലനിർത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം. ആമേൻ. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എന്നെ നിലനിർത്തി. എൻ്റെ എല്ലാ പ്രതികൂലങ്ങൾക്കകത്തും എനിക്ക് ദൈവം തുണയായി നിന്നു. പ്രതിസന്ധികൾക്കകത്ത് എനിക്ക് തുണയായി നിന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വലിയ കാര്യങ്ങളെ അടുത്ത മണിക്കൂറുകൾക്കകത്ത് തന്നെ നമ്മുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് നമ്മളെ മാനിക്കും എന്ന ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു ദൂത് അറിയിപ്പിക്കുന്നു. വേഗത്തിൽ നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവിക ചിന്തയിലേക്ക് നമുക്ക് കടന്നു പോകാം. ആമേൻ. അതിനായിട്ട് 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 9:10 2 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 10 വാക്യം ഞാനത് വായിക്കുന്നു. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ പ്രഭാതത്തിൽ വായിച്ചത്. ആമേൻ. അതിന് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയുന്നത്: Now may he who supplies seed to the sower and bread for food multiply the seed ye have sown and increase the fruits of your righteousness. ആമേൻ. 2 പദത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് മൾട്ടിപ്ലൈ, ആമേൻ. രണ്ടാമത്തത് ആമേൻ ഇൻക്രീസ് ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. വർദ്ധിപ്പിക്കുക. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവ് നമ്മുടെ ഏതൊക്കെ മേഖലയിലാണ് നമ്മളെ വർദ്ധിപ്പിക്കുന്നത്? ആമേൻ. എവിടെയൊക്കെയാണ് നമുക്ക് ആമേൻ ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാനുള്ള ആത്മീക സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ടത്? അതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിൻ്റെ 8 വാക്യം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി ആമേൻ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. ആമേൻ. ഞാൻ ഈ പറയുന്ന പദം നിങ്ങളെ ഒരിക്കലും സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹിക്കും അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി ഒരു വിഷയത്തെ പറ്റി ആ ഒരു വിഷയത്തെ പറ്റി അത് വേണം വേണ്ടെന്നല്ല പറയുന്നത്.
അതിലൊക്കെ അപ്പുറത്തായിട്ട് അവൻ ദൈവികമായ പദ്ധതികൾക്കകത്ത് അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ വഹിക്കുന്ന ഒരു വ്യക്തി ജീവിതമാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതിനുശേഷമാണ് 10-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഒരു പദം അതിനകത്ത് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിക്കും. അപ്പൊ എന്താണ് നീതിയുടെ വിളവ്? ദൈവസന്നിധിയിൽ ആമേൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഏവനും, ആമേൻ സ്തോത്രം, കർത്താവ് പറയുകയാണ്, അവനെ അതിൽ കൂടെ വർദ്ധിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട് എൻ്റെ സ്വർഗത്തിന് കഴിയും. ഞാനിന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആമേൻ, നിങ്ങൾക്കൊരു പക്ഷേ സാമ്പത്തികമായിട്ട് നിങ്ങൾ തകർന്നതിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. മുന്നോട്ട് പോകാനായിട്ട് യാതൊരു വിധമായിട്ടുള്ള സോഴ്സും ഇല്ലാതെ നിൽക്കുന്ന ഒരു മേഖലയായിരിക്കാം. പക്ഷെ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഒന്ന് ആത്മീകത്തിൽ ഒന്ന് കയറാൻ നോക്കുക. ആമേൻ. അവിടെ നിങ്ങൾക്ക് വിതയ്ക്കാൻ എങ്ങനെ കഴിയും? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തിൽ ആത്മാവിനും ആത്മാവുമായിട്ടുള്ള ആമേൻ ആ കണക്ഷനകത്തിലേക്ക് ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനകത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ, ആമേൻ സ്തോത്രം, ദൈവരാജ്യത്തിന്റെ പദ്ധതികൾ നമ്മളിലൂടെ സ്ഥാപിതമാകുകയും അതിലൊക്കെ അപ്പുറത്തായിട്ട് ആമേൻ ദൈവം നമ്മളെ ബ്ലസ് ചെയ്യാനായിട്ടുള്ളത്. എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്ന് പ്രഭാതത്തിൽ, കർത്താവേ എന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണമേന്ന്, എന്നെ ഒന്ന് ഇൻക്രീസ് ചെയ്യണമേന്ന്, ആമേൻ ആത്മീകത്തിൽ എന്നെ ഒന്ന് ഉയർത്തണമേന്ന്, ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്തിലേക്ക് എന്നെ ഒന്ന് ആഴത്തിലൊന്ന് ഒന്ന് ഒന്ന് ബലം തരേണ്ടതിനായിട്ട്, ഒന്ന് ഉറപ്പിക്കേണ്ടതിനായിട്ട് കർത്താവേ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്തും വരുന്നുണ്ട് ദൈവമക്കളെ. പക്ഷേ അതിനകത്തു നിന്നെല്ലാം നമ്മളെ കരുതുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ ഉയർത്തുന്ന, ആമേൻ ഹല്ലേലൂയ, ഒരു വലിയ ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളെ ഒരു വേദഭാഗം പറഞ്ഞു കേൾപ്പിക്കാം. സങ്കീർത്തനം, സാംസ് 65, അതിന്റെ 65-ാമത്തെ അധ്യായം, ആമേൻ 9-ാമത്തെ വാക്യം നിങ്ങളെടുത്ത് വായിച്ചു നോക്കാം. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ശ്രദ്ധിക്കണം വേർഡുകള്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഏതൊക്കെ മേഖലകൾക്കകത്താണ് ദൈവിക അനുഗ്രഹങ്ങൾ തന്റെ ജനത്തിന്റെ മേൽ വരുന്നത്? ശ്രദ്ധിക്കണേ. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. വാക്കുകൾ വളരെ ആമേൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി. ആമേൻ, സ്തോത്രം. ഞാനിങ്ങനെ പറയും, നമ്മളെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ കർത്താവ് ഒരുക്കിയെടുത്തതിന് ശേഷം, ആമേൻ ഹല്ലേലൂയ, അവർക്ക് ധാന്യം കൊടുക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, ആമേൻ സ്തോത്രം, അവരെ ഉയർത്തുവാനുള്ള, which is full of water, you prepare grain for them, for you have provided like this. ആമേൻ ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിൽ വിസിറ്റേഷൻ ചെയ്തു. അപ്പൊ വിസിറ്റേഷൻ നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം, നാം വിതയ്ക്കപ്പെടണം. എന്ത് വിതയ്ക്കപ്പെടണം?
ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള പദ്ധതികൾക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ വിതയ്ക്കണം. ഹല്ലേലൂയ. ഇപ്പൊ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ എന്തൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നോ അതൊക്കെയും നാം ചെയ്യുന്നവരായി തീരണം. ആമേൻ. കർത്താവ് പറയാണ്, ഞാൻ അപ്പോൾ ഭൂമിയെ സന്ദർശിക്കും. സന്ദർശിച്ചാൽ കർത്താവ് പറയാണ്, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആമേൻ, ഈ പ്ലാറ്റ്ഫോമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, പഴയ കാര്യങ്ങളിൽ പഴയതിൽ നമ്മൾ ആലോചനപ്പെട്ടവരായി, അല്ലെന്നുണ്ടെങ്കിൽ പഴയ വിഷയങ്ങൾക്കകത്ത് നമ്മൾ ആമേൻ ചിന്താകുലരായിരിക്കാതെ ആമേൻ പുതിയതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള, പുതിയ ആത്മീയതയ്ക്കകത്തിലേക്ക് കയറുവാൻ തക്കവണ്ണമുള്ള, കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വിഷയങ്ങളെ ഓർത്ത് ആമേൻ ചിന്തിച്ചു കൊണ്ടിരിക്കാനല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നീ പുതിയതിനെ വിതയ്ക്കുക. അതേതു മേഖലയ്ക്കകത്തിലേക്ക് നീ വിതച്ചു നോക്കിക്കേ. ആമേൻ. ഹല്ലേലൂയ. തമ്പുരാൻ പറയുകയാണ്, അതിനെ ഇൻക്രീസ് ചെയ്യുന്ന, മൾട്ടിപ്ലൈ ചെയ്യുന്ന. കൊരിന്ത്യർ ലേഖനം പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, സഭയോട് പറയുന്ന ദൂതാണിത്. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവിടെ ആ പദം ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ വിതയും നൽകി. അപ്പം വിതയ്ക്കാനുള്ളതും കൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുക കർത്താവ്. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വിതയ്ക്കുന്നവനാണ് വിത്ത് ഉള്ളത്. ഇപ്പൊ സമ്പത്ത് വിതയ്ക്കുന്നുണ്ടോ, അതിന്റെ വിത്ത് കിട്ടിയിരിക്കും. വിത്തെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ വിതയ്ക്കാനായിട്ട്. അങ്ങനെ ഒരു പദത്തെ കുറിച്ച് അവിടെ പറയുന്നു. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പുലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ആമേൻ, ഈ മെയ് മാസം ആമേൻ ഒരു മൾട്ടിപ്ലിക്കേഷന് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, ഏതൊക്കെ മേഖലകൾക്കകത്ത് ആഗ്രഹിക്കുന്നോ ആ മേഖലയിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു ഇൻക്രീസിങ്, ഹല്ലേലൂയ, സംഭവിക്കേണ്ടതിനായിട്ട്, ആമേൻ, ഒരു പുതിയ മേഖല ഓപ്പൺ ആകേണ്ടതിനായിട്ട്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. ചിലതിനെ ഓപ്പൺ ചെയ്യുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ആമേൻ. മുടങ്ങിക്കിടക്കുന്ന, ആമേൻ, സ്തോത്രം, നഷ്ടപ്പെട്ടു പോയ ചിലത്, ആമേൻ, കർത്താവിനോട് പറയുന്നു, അത് പൊങ്ങി വരുന്നത് പോലെ. ആമേൻ. അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാം കിണറുകൾ കുഴിച്ചു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടൻ അതിനെ മൂടിക്കളഞ്ഞു. അബ്രഹാം, ആമേൻ, അതിനെ കുഴിച്ചെടുത്തപ്പോൾ ഫെലിസ്ത്യൻ വന്ന് അതിനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. എന്നാൽ, ആമേൻ, ഹല്ലേലൂയ, ഇസ്ഹാക്കിന്റെ കാലത്ത് അതിനെ റീ ഓപ്പൺ ചെയ്യുന്നു. റീ ഓപ്പൺ ചെയ്തപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്നുവരെ ഇല്ലാത്ത, ആമേൻ, ഹല്ലേലൂയ, ഒരു അഭിവൃദ്ധി അതിനകത്ത് കാണുവാൻ തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ, ആമേൻ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനോട് ഞാൻ ആത്മാവിൽ, ആമേൻ, ഈ ദൂതിനെ കൈമാറ്റം ചെയ്തു പറയുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചിലത് പിശാചിന്റെ, ആമേൻ, പ്രവൃത്തികളാൽ, ആമേൻ, സ്തോത്രം, അത് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ സമയത്ത് അത് റീ ഓപ്പൺ ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായൊരു ദൂത് അറിയിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതൊക്കെ റീ ഓപ്പൺ ആകാൻ പോവുകയാണ്. ആമേൻ. ചിലത് റീ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പിശാച് അടച്ചതിനെ, ആമേൻ, ദൈവം അതിനെ തുറക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് നീ, ആമേൻ, പുറത്തു വരികയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. യോസഫേ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നീ ഫലപ്രദമായ വൃക്ഷം, നീ മതിലിന്മേൽ പടരുന്നു. ആമേൻ. കാരണമുണ്ട്. എന്താ കാരണമെന്നറിയാമോ? ഒരു സ്വപ്നം കണ്ടപ്പോൾ ഒരു സ്വപ്നക്കാരൻ എന്നുള്ള പേര് വീണു. സ്വപ്നക്കാരൻ എന്നുള്ള പേര് വീണ് കഴിഞ്ഞപ്പോൾ വീട്ടിനകത്തു നിന്ന് പുറത്താക്കി. സഹോദരങ്ങൾക്ക്, ആമേൻ, അവനെ ഇഷ്ടപ്പെടാതെ വന്നു. ഇഷ്ടപ്പെടാതെ വന്നപ്പോ,
അവന്റെ വസ്ത്രമെടുത്ത് ആമേൻ ആട്ടിന്റെ രക്തം പുരട്ടിയിട്ട് അപ്പനെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ മകൻ മരിച്ചുപോയി. കാട്ടുമൃഗം അവനെ കൊന്നു. ആമേൻ ഹല്ലേലൂയ. പക്ഷെ സഹോദരങ്ങൾ അവനെ ചെയ്തത് പൊട്ടക്കിണറ്റിനകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആമേൻ. അവൻ എഴുന്നേറ്റ് വന്നാൽ ചിലത് സംഭവിക്കുമെന്നുള്ളത് ആമേൻ അവരുടെ ഹൃദയത്തിനകത്തിൽ വല്ലാണ്ടൊരു ഭീതി ഉണ്ടാക്കി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നിൽക്കുന്നവനെ ആമേൻ മൾട്ടിപ്ലിക്കേഷൻ അവനെ കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ദൂതിനെ ശ്രദ്ധിച്ചോണം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നിന്നിലൂടെ ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിന്നെ ഒരു പൊട്ടക്കിണറ്റില ആമേൻ ആമേൻ ഏത് പൊട്ടക്കിണറ്റിനകത്തിട്ടാലും ആമേൻ ഏതൊക്കെ സ്ഥലത്തൂടെ നീ മൂവ് ചെയ്യേണ്ടി വന്നാലും ആമേൻ ദൈവം നിന്നെ അതിന്റെ തക്കതായ സ്ഥലത്ത് എത്തിച്ചിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ യോസഫിനെ പൊട്ടക്കിണറ്റിനകത്തിട്ടു. യോസഫിനെ പൊട്ടക്കിണറ്റിനകത്തു നിന്നും അവന്റെ സഹോദരന്റെ ഹൃദയത്തിനകത്ത് തോന്നിയ ഒരു അലിവ് അവനെ പുറത്തെടുത്തു. പക്ഷേ ആമേൻ ചേർന്നവർ മിദ്യാന്യർക്ക് വിട്ടുകളഞ്ഞു. ആമേൻ അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവനെ കൊണ്ടുപോയത് ആമേൻ അടിമച്ചന്തയ്ക്കകത്ത് നിന്നും പോത്തിഫറിന്റെ ഭവനത്തിനകത്തിലേക്ക്, പിന്നീട് ജയില്. ആമേൻ പ്രതികൂലത്തിന്റെ മേളിൽ പ്രതികൂലം. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ? ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലത്തിന്റെയും പ്രതിസന്ധികളുടെയും മേഖല കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ കർത്താവ് ആമേൻ വിളിച്ചു പറയുന്നു. ആമേൻ സ്തോത്രം. കർത്താവിന്റെ ശബ്ദം ഇന്ന് പ്രഭാതത്തിൽ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഇങ്ങനെ പറയും, ആമേൻ ഹല്ലേലൂയ, അതൊരു മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാണ്. ആമേൻ അതൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ആമേൻ ഹല്ലേലൂയ. എവിടെയോ തകർന്നു പോയ നിന്റെ ലൈഫിനെ കർത്താവ് തിരികെ പിടിക്കുകയാണ്. എവിടെയാണോ സ്വപ്നം കൊണ്ട് നീ തകർക്കപ്പെട്ടത്, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, അതേ മേഖലയ്ക്കകത്തിലേക്ക് ഒരു സ്വപ്നം മറ്റൊരാളെ കാണിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നിന്റെ പദവിയെ ഉയർത്തി തരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ഈ ദൂതിനെ കൈമാറ്റം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ജോസഫിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചത് ആമേൻ ആമേൻ അതുപോലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആ തകർക്കപ്പെട്ട ലൈഫിനകത്തുനിന്ന് ഒരു പുതിയ ലൈഫിനകത്തിലേക്ക് കയറി വരുവാൻ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളെ എൻകറേജ് ചെയ്ത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം പറയപ്പെടുകയാണ്. യോസഫിന്റെ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം അവസാന നിമിഷം എന്താണ് സംഭവിച്ചത്? തന്റെ സഹോദരങ്ങൾ ആമേൻ ദേശത്ത് പട്ടിണി തുടങ്ങി. ആഹാരമില്ല, കഴിക്കാനൊന്നുമില്ല. തിരക്ക് പിടിച്ച് യാത്ര തിരിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഒരുവനെ ആടുമാടുകൾക്ക് അല്ലെങ്കിൽ ആമേൻ കാട്ടുമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തവനെ ദൈവം എടുത്തുപയോഗിക്കാൻ തുടങ്ങി. തീർത്തു കളഞ്ഞു എന്ന് അപ്പന്റെ മുമ്പിൽ എഴുതി വെച്ചു, അല്ലെങ്കിൽ പറഞ്ഞു പരത്തി. അവൻ കഴിഞ്ഞു. പക്ഷേ എവിടെയാണോ അവൻ അവസാനിച്ചത്, അവന്റെ പേരവസാനിച്ചത്, അതേ പേരുകൊണ്ട് അവൻ അടുത്തൊരു പദവിയിലേക്ക് കർത്താവ് അവനെ ഉയർത്തി. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? എവിടെയാണോ നിന്നെ നിന്ദിച്ചത്, ലിസ സിസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായൊരു ദൂതറിയിപ്പിക്കുന്നു. എവിടെയാണോ നിന്നെ നിന്ദിച്ചത് അവിടെ നീ ഉയർത്തപ്പെടാൻ പോകുന്നു. ഈ ദൂതനെ ഇന്ന് ചാടി പിടിച്ചോണം. യേശുവിന്റെ നാമത്തിൽ നീ നിന്നാപാത്രമാക്കിയ ഇടത്ത് നിന്നെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, നിന്നെ തകർത്ത് കളഞ്ഞ ഇടത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആമേൻ നിന്നെ ഉയർത്തുന്ന, നിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന, ആമേൻ ഹല്ലേലൂയ അടുത്ത റേഞ്ചിനകത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇപ്പോൾ റൈറ്റ് നൗ അത് സംഭവിക്കുന്നു എന്ന് പരിശുദ്ധ ആത്മാവ് വളരെ ശക്തമായൊരു ദൂത് അറിയിപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വേഗത്തില് അവസാനിപ്പിക്കാം. സമയം നമ്മുടെ മുമ്പിൽ വളരെ ആമേൻ ചുരുക്കമാണ്. 2 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായം 10:15 and 16. ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ
ഞങ്ങളുടെ അതിനരികത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാനും. 16-ാമത്തെ വാക്യം പറയുന്നു, മറ്റൊരുത്തന്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കുകയത്രേ ചെയ്യേണ്ടത്. ഇതൊരു ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആമേൻ. ഒരുത്തൻ ഇന്നടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നടുത്ത് ഇന്ന സ്ഥലം കൈവശമാക്കി എന്ന് പറഞ്ഞു, അതിനെ ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് പറയുകയാണ്, ആമേൻ, നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശ്രയിക്കുക അത്രേ ചെയ്യുന്നു. ആമേൻ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് സ്തോത്രം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അടുത്ത ഒരു പദത്തിനകത്തിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. വേഗത്തിൽ ഞാൻ ആ പദം ഞാൻ അവിടെ നിർത്തുന്നു. 2 പത്രോസിന്റെ 2 Peter 3:18 വാക്യം പറയുന്നു, കൃപയിലും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, അവൻ എപ്പോഴും എന്നേക്കും മഹത്വം. അപ്പോ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, അവന് എപ്പോഴും എന്നേക്കും മഹത്വം. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത്, ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ, ആമേൻ, കർത്താവ് നമ്മളോട് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, അവൻ എവിടെയായിരിക്കും? എന്നേക്കും മഹത്വത്തിന്റെ അകത്തായിരിക്കും. മഹത്വം, ദ ഗ്ലോറി. ആമേൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്ലോറിക്കകത്ത് നിൽക്കുന്നവനെ, മഹത്വത്തിനകത്ത് നിൽക്കുന്നവനെ, ആമേൻ, സ്തോത്രം, അവനെ ആർക്കും സ്പർശിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്, ആമേൻ, എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷകരമായി ചെയ്യുന്നുണ്ട്. പക്ഷെ പല സമയങ്ങളിലും, ആമേൻ, ആ മഹത്വത്തിനകത്തിലേക്ക് കയറാൻ കഴിയുന്നില്ല. സ്തോത്രം. കർത്താവ് പറയാണ്, വിത നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ, ആമേൻ, സ്തോത്രം, മഹത്വത്തിനകത്ത് കയറണം, ഗ്ലോറിക്കകത്ത് കയറണം. ഗ്ലോറിക്കകത്ത് കയറിയാൽ ശത്രുവിന് പിന്നെ തൊടാൻ കഴിയത്തില്ല. നീ പറയുന്നത് സംഭവിക്കുമെന്നേ. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ആമേൻ. നമ്മുടെ വിധ ദൈവത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് പറയാണ്, ആമേൻ, നീ മഹത്വത്തിന്റെ അകത്താ, നീ ഗ്ലോറിക്കകത്താ, നിന്നെ ഒരു ശത്രുവിനും തൊടാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നീ ഉയർത്തപ്പെടാൻ പോവുകയാണ്, മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരാൻ പോകുന്നു, ആത്മീകത്തില്, ഭൗതികത്തില്. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കാരണം എന്താണെന്നറിയാമോ? ദൈവ അനുഗ്രഹം തന്റെ ജനത്തിന്റെ മേൽ ഇരിക്കുന്നു എന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട്, ആമേൻ, വളരെ ശ്രദ്ധയോടുകൂടി ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ, ആമേൻ, സ്തോത്രം, പിതാവ് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനിലൂടെ ഒരു വേദഭാഗം പറയപ്പെടുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. Being confident of this very thing, that he who has begun a good work in you will go on completing it until the days of Jesus Christ. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മൾ അങ്ങനെ ആയിരിക്കുന്നുണ്ടോ?
നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ആ ഗ്ലോറിക്കകത്തിലേക്ക് കയറുമ്പോൾ, ആമേൻ, നമ്മുടേതായിട്ടുള്ള ചിന്തയിലേക്കാണോ പോകുന്നത്? നാമും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തിലേക്ക് പോകുന്നുണ്ടോ? എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിനകത്ത് ആവശ്യമാണ്. ആമേൻ, എന്റെ കർത്താവ് ഞാനുമായിട്ടുള്ള ബന്ധം അത് ആഴത്തിൽ വർദ്ധിക്കാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. എന്റെ കർത്താവ്, ആമേൻ, വാരി വിതറി തരുന്ന ദൈവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചോദിക്കുമ്പോൾ, നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന്, ആ ഗ്ലോറിക്കകത്തിരുന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി വലിയ അനുഗ്രഹത്തിന്റെ പാതകളെ നമ്മൾക്ക് വേണ്ടി തുറന്നു തരുന്നു എന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട് കർത്താവ്, ആമേൻ, അരുളപ്പാടി ചെയ്യുകയാണ്. അപ്പൊ ഞാൻ, ആമേൻ, ഹല്ലേലൂയ, മുന്നോട്ട് പോകുന്നില്ല. ഇനിയും കൂടുതൽ, ആമേൻ, സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ആമേൻ. വായിച്ചു വേദഭാഗം ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും, നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആമേൻ, സ്തോത്രം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ കേട്ട ദൈവവചനത്തിന്റെ ശക്തിയാൽ, ആമേൻ, എവിടെയാണോ ഞങ്ങൾ മാറേണ്ടത് അവിടെ ഞങ്ങളെ മാറ്റിയെടുക്കുകയും അപ്പന്റെ ഹിതത്തിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈല് ഞങ്ങളിൽ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളോട്, ആമേൻ, കനിവുണ്ടാകണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ, സ്തോത്രം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ആത്മീക ജീവിതവും ഭൗതിക ജീവിതവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് അതിനുവേണ്ടി കർത്താവിനോട് പറഞ്ഞാട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ, ആമേൻ, കണ്ണുകളെയൊക്കെ ഒന്ന് അടച്ച് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന്, ആത്മകണ്ണുകളെ ഒന്ന് തുറന്നുകൊണ്ട്, കർത്താവേ, എന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം, സ്തോത്രം. ഒരു വിഷയത്തിനകത്ത് മറുപടി കിട്ടണമെങ്കിൽ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം വേണം, ആത്മബന്ധം. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചൊരു വേദഭാഗമുണ്ട്, യോശുവയുടെ പുസ്തകത്തിൽ നിന്നും. ആമേൻ, സ്തോത്രം. അതേ പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തില് നമുക്ക് മറ്റൊരു സംഭവം കാണുവാനായിട്ട് കഴിയും. എരിഹോം എന്ന് പറയുന്ന ഒരു മതില് ഇടിച്ചു കളയുവാൻ, ആമേൻ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യോശുവ ഇറങ്ങിത്തിരിച്ചു. പെട്ടകം എടുത്തുകൊണ്ടുള്ള യാത്ര, ഹൃദയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടവർ യാത്ര തുടങ്ങി. പക്ഷെ 7-ാം ദിവസം എത്ര വലിയ മതിലിനെയും ഇടിച്ചു കളയുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ കരത്തിലാണ് നാം എന്നുള്ളൊരു ബോധ്യം അവരുടെ ഹൃദയത്തിനകത്തുണ്ടായി. ഞാൻ പറയട്ടെ, ആത്മീയതയിൽ അത്യന്തപരമായി ഉയരുവാൻ ഒരു, ആമേൻ, നമ്മൾ ചിന്തിക്കുന്നതിന്റെയൊക്കെ അപ്പുറത്തായിട്ടുള്ള ഒരാത്മതലം വർദ്ധിക്കേണ്ടതിനായിട്ട്, ആമേൻ, സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. യോസഫിനെ ഉയർത്തിയ ദൈവം, ആമേൻ, വേദപുസ്തക ചരിത്രത്തിലൂടെ, ആമേൻ, മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി 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 കാര്യങ്ങൾ ഞങ്ങൾക്ക്, ആമേൻ, പഠിക്കുവാനും ചിന്തിക്കുവാനും, ആമേൻ, കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ കേട്ട ദൈവശബ്ദം അത് ഞങ്ങളോടുള്ള ദൈവശബ്ദമാണ്. 9-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി
സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അടുത്ത ഒരു മൾട്ടിപ്ലിക്കേഷനിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക്, ദൈവത്തിന്റെ പ്രസൻസ് ഓഫ് ഗോഡിലേക്ക് കയറുവാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. കർത്താവെ ഏൽപ്പിച്ചു തരുന്നു. സർവശക്തിയുള്ള ദൈവത്തിന്റെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ ഈ പ്രഭാതത്തിൽ. ആമേൻ. ആ ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.